റോയ്ച്ച, ഇന്നലെ CITUവിന്റെ സമരമാണ് കണ്ടത്. INTUC ഒട്ടും മോശമാക്കിയില്ല. ഇന്ന് എറണാകുളത്ത് ഒരു സ്ഥാപനം തുറക്കാൻ പോലും സമ്മതിക്കാത്ത സമരം നടത്തുകയാണ്. ഇതാണ് വ്യവസായ സൗഹൃദ കേരളം. അതാ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തി എന്തായിരുന്നു, പാലക്കാട്ടെ കുളപ്പുള്ളിയിൽ ഒരു സിമെന്റ് ഗോഡൌണിന്റെ മുമ്പിൽ ഇതുപോലെ യന്ത്രം വെച്ചതിനെതിരെ CITU തൊഴിലാളികൾ കുടിൽ കെട്ടി സമരം. ഇന്ന് കേൾക്കുന്നത് എന്ന് പറയുന്നത് വ്യവസായ സൗഹൃദം എന്ന് നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിലെ ഓരോരോ സംഭവങ്ങളാണ്. ഒറ്റപ്പെട്ടതല്ല, എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കും. ഞാൻ ഇന്നലെ അങ്ങനെ ആയിരുന്നു പറഞ്ഞിരുന്നത്. കേരളത്തിൽ എല്ലാ ദിവസവും ഇതേപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ എറണാകുളത്തെയാണ് ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. എറണാകുളത്ത് മാടവന എന്ന് പറയുന്ന സ്ഥലത്ത് 2-3 ചെറുപ്പക്കാർ കൂടി ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ അവർ പരിപാടി തുടങ്ങിയതാണ്. അതായത് ഈ വിദേശത്തു നിന്ന് പഴം പച്ചക്കറി ഇറക്കി ഇവിടെ അത് ശീതീകരിച്ച് മാർക്കറ്റിൽ വിൽക്കുന്ന ഒരു ഫാക്ടറിയാണ് അവർ തുറക്കാൻ വേണ്ടി അതിൻ്റെ ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജസിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ പണികളെല്ലാം ഏതാണ്ട് നടന്നു വരുന്നു. അപ്പോൾ ഈ അവർ പറയുന്നുണ്ടായിരുന്നു, അതായത് ഈ എയർപോർട്ടിൽ നിന്നും പോർട്ടിൽ നിന്നും ഒക്കെ വരുന്ന കണ്ടെയ്നർ ലോറിയിൽ വരുന്നത് അത് ഫോർക്ക് ലിഫ്റ്റ് ഉപയോഗിച്ച് പൊക്കി ആണിത് ഫ്രീസറിലേക്ക് വെക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് ആക്ച്വലി തൊഴിലാളികളുടെ ആവശ്യമില്ല. പക്ഷേ ഇവിടെ INTUC എന്ന് പറയുന്ന തൊഴിലാളി സംഘടന വളരെ വിചിത്രമായ ന്യായങ്ങളും പറഞ്ഞുകൊണ്ടാണ് അവിടോട്ട് ചെന്ന് കയറുന്നത്. അതായത് 2 പേർക്ക് അവിടെ തൊഴിൽ വേണം. ലോറിയിൽ വരുന്ന ഇറക്കാം. അവർ കാല് പിടിച്ച് പറയുന്നുണ്ട്, ഇത് ലോറിയിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നതല്ല, ഇത് ഡയറക്റ്റ് തന്നെ ലിഫ്റ്റ് വഴി പൊക്കി കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ എന്നിട്ട് അവർ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ സംരംഭകരായ ചെറുപ്പക്കാർ പറയുന്നൊരു കാര്യമുണ്ട്. ഭയങ്കരമായ തണുപ്പുള്ള ഒരു മുറിയിലാണ് ഈ ഇത് സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെ ഒരു 5 മിനിറ്റ് പോലും ഒരു മനുഷ്യന് നിൽക്കാൻ കഴിയത്തില്ല, അത്ര തണുപ്പുള്ള ഒരു സംഭവമാണ്. എന്നാലും ജോലി വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഭീഷണിപ്പെടുത്തലും ബഹളമാണ്. ആ ചെറുപ്പക്കാർ പറഞ്ഞ ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് 2 പേരെ എടുക്കുന്നതല്ല, പക്ഷേ ഇവിടെ 2 പേർക്ക് ചുമട്ടുതൊഴിലാളി എന്ന് പറഞ്ഞ് 2 പേർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു സംഭവങ്ങളും ഇവിടെ ഉള്ളത് ട്രെയിൻഡ് ആയിട്ടുള്ള വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജീവനക്കാരെ മാത്രമേ, അതോ 4-5 പേര് മാത്രമേ ഉള്ളൂ. അത്തരക്കാർക്ക് മാത്രമേ പണിക്കുള്ള ജോലിയുള്ളൂ. അല്ല, ചുമട്ടുതൊഴിലാളി എന്ന് പറഞ്ഞ് ഇവിടെ എടുക്കാൻ ആരെയില്ല. ഫാക്ടറി തുടങ്ങിയിട്ടില്ല. ഫാക്ടറി തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഈ കൊടി വിളിച്ച് കുറേ എണ്ണം വന്ന് അവിടെ ഇരിക്കുന്നത്. അപ്പം ഈ മനോഭാവം ഇന്ന് INTUC നേതാവ് പറയുന്നവരുണ്ട്, ഞങ്ങൾക്ക് തൊഴിൽ തന്നില്ലേ തുറക്കാൻ സമ്മതിക്കില്ല. ലക്ഷങ്ങൾ കോടികൾ മുടക്കി ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നതിൻ്റെ മുമ്പ് വന്നിരുന്നിട്ടാണ് ഈ പണി ചെയ്യുന്നത്. ഈ മനോഭാവത്തിന് ഒരു മാറ്റവും വന്നില്ല. എന്നിട്ടാണ് നമ്മൾ പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് അതാണ് ഇതാണെന്ന് പറഞ്ഞത്. ഇവന്മാർക്കെതിരെ കൊലക്കുറ്റത്തിനാണ് കേസെടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിനേക്കാട്ടിൽ ഭീകരമായ വകുപ്പിട്ടാണ് കേസ്. ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാൻ വരുന്നു, വേറെ പലർക്കും ജോലിയുള്ളതല്ലേ. ഒരു സ്ഥാപനം വരുന്നത് ഈ നാട്ടിലെ അതിനനുസരിച്ചുള്ള വികസനം വരുന്നതിനകത്ത് മുമ്പ് പോയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും ഒരു ട്രെയിനിങ്ങും ഇല്ല, ഒരു അറിവുമില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് ചുമട്ടുതൊഴിലാളിയായതുകൊണ്ട് ജോലി വേണമെന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ വരുന്ന ഏത് സ്ഥാപനം വന്നാലും ഞങ്ങൾക്ക് തൊഴിൽ വേണം. അതെന്തൊരു ആറ്റിറ്റ്യൂഡാണ്? അത് നടക്കുന്ന കാര്യമല്ലല്ലോ. ഈ നാട്ടിൽ ഈ മനോഭാവമാണ്. ഇതിപ്പോൾ നാട് നിങ്ങളെ കേൾക്കുകയല്ലേ. ഇത് ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്, ലോകം മുഴുവൻ എത്തുകയാണ്. എന്നിട്ടാണ് പറയുന്നത് നമ്മൾ 1 ലക്ഷം കോടിയുടെ നിക്ഷേപം നടത്താൻ ഇവിടെ വന്ന് നിൽക്കുന്നു. ഇവർ ഇതേപോലെ കേരളത്തിൽ വൻകിട വ്യവസായികൾ, അതായത് നമ്മൾ പറയുന്ന മലയാളികളായ NRI ബിസിനസ്സുകാരുടെ സ്ഥാപനങ്ങളൊന്നും അവിടെ ഒന്നും INTUC ഇല്ല, CITU ഇല്ല, ഇല്ലേ? കേരളത്തിൽ പല മുതലാളിമാരുടെയും വൻകിട ഷോറൂമുകൾ തുറന്നിട്ടുണ്ട്. അവരുടെ തന്നെ ചില്ലറ വ്യവസായ റീറ്റെയിൽ ഷോപ്പുകൾ ഇതൊക്കെ ഉണ്ട്, ആശുപത്രികൾ, ഇതെല്ലാം ഉണ്ട്. അവിടെ ഒന്നും ഈ വക തൊഴിലാളി സംഘടനകളുടെ നേതാക്കന്മാരെ ഒന്നും അതിൻ്റെ പടിക്ക് പോലും കാണാനില്ല. കാരണം അവരുടെ നേതാക്കന്മാർക്ക് അവർ കൃത്യമായി പടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങോട്ടാരും ചെല്ലത്തില്ല. അവിടെ ഈ ഉടമസ്ഥർ പറയുന്നുണ്ട്, ഞങ്ങളോട് വേറെ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. വേറെ ചില ആവശ്യം എന്ന് പറഞ്ഞാൽ പൈസയാണ്. അട്ടിമറി കൂലി പോലെ അല്ലെങ്കിൽ നോക്കൂലി പോലെ ഭീഷണിപ്പെടുത്തി കാശായി ചോദിക്കുന്നത്. നിങ്ങൾ ഈ സ്ഥാപനം തുടങ്ങണമെങ്കിൽ പൈസ വേണം എന്നുള്ളതാണ് സംഭവം. അപ്പോൾ അതിനു വേണ്ടിയാണ്, അല്ലാതെ എന്താണ്, അല്ലാതെ ജോലിക്ക് വേണ്ടിയല്ലല്ലോ. അവർ ട്രെയിൻഡ് ആൾക്കാർക്കാണെങ്കിൽ ജോലി കിട്ടും. ഇത് ട്രെയിൻഡ് അല്ലാത്ത ഈ തലച്ചോണ്ട് എടുക്കുന്നവർക്ക് അവിടെ എന്ത് ജോലി കിട്ടാൻ? അവർ എടുത്തു പറയുന്നുണ്ട്, ഇത് കണ്ടെയ്നറിൽ നിന്ന് വന്ന് നേരിട്ട് ലോറിയിൽ കൊണ്ടുവരുന്ന കണ്ടെയ്നർ നേരെ അത് പൊക്കി 10-30 മീറ്റർ പൊക്കത്തിലുള്ള അവിടേക്കാണ് ഇത് കൊണ്ടുവെക്കുന്നത്. അതിന് ലിഫ്റ്റ് വഴിയാണ് കൊണ്ടുപോകുന്നത്. അതിന് ഇത്തരം സംഭവങ്ങളുടെ ആവശ്യമേ ഇല്ല. അപ്പോൾ ഈ മനോഭാവം മാറാത്ത കാലത്തോളം നമ്മൾ എങ്ങനെ വ്യവസായികമായി നമ്മൾ മുന്നേറും? അടിസ്ഥാനപരമായി തൊഴിലാളി സംഘടനകളുടെ മനോഭാവത്തിന് എന്താണ് മാറ്റം വരുന്നത്? തൊഴിലാളി സംഘടനകളുടെ മനോഭാവം എന്ന് പറഞ്ഞാൽ ആരെന്ത് കോടികൾ മുടക്കി എന്നുള്ളതല്ല, അവരുടെ കാര്യം നടക്കണം, അവരുടെ കീശ നിറയണം. അത്ര മാത്രമേ ഉള്ളൂ അവരുടെ മനോഭാവം. അല്ല, ഈ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ ഇവിടെ നോക്കിയാൽ നമ്മൾ ഒരു 3-4-5 വർഷം മുമ്പാണ് കോഴിക്കോട്
ഈ വസ്ത്രശാലകളിൽ ജോലി ചെയ്യുന്ന, തുണിക്കടകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇരിക്കാനോ അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലും കൊടുക്കുന്നില്ല എന്ന് ഉള്ള ആരോപണങ്ങൾ. അവിടെ ഒരു സ്ത്രീ നടത്തിയ ഇരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഒരു ഒറ്റയ്ക്ക് നടത്തിയ സമരമാണ് ആ വിജയത്തിലെത്തി. അവിടെ INTUC ഇല്ല, CITU ഇല്ല, ഒരുത്തനുമില്ല. കാരണം അവന്മാരെല്ലാം പടിപടിയായിട്ട് വന്ന് കൃത്യമായിട്ട് കാശ് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കൂട്ടങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ ആശമാരുടെ സമരം, ഇതൊക്കെ അതായത് അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ അവിടെ ഒന്നും ഈ കൊള്ളസംഘങ്ങളെ കാണാറില്ല. അവിടെ നിന്നെല്ലാം പോയി പൈസ കിട്ടുന്നിടത്ത് എവിടെയൊക്കെ കാശ് വാങ്ങിക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിച്ചുകൊണ്ട് പോകുക എന്നുള്ളതല്ലാതെ ഒരു തൊഴിലാളി സ്നേഹവും ഇല്ല, ഒന്നുമില്ല. കാരണം തൊഴിലാളി സംഘടന നേതാക്കന്മാരുടെ ജീവിതശൈലി നമ്മൾ കണ്ടാൽ മതിയല്ലോ. കാലണയുടെ പണിയെടുക്കാതെ, മേലനങ്ങാതെ, വേർക്കാതെ പൈസ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി കോടീശ്വരന്മാരായി താമസിക്കുകയാണ് കേരളത്തിലെ 99.9% തൊഴിലാളി നേതാക്കന്മാരും. അപ്പോൾ അതാണ് നമ്മൾ കണ്ടിരിക്കുക. അതായത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ വന്ന സകല തൊഴിലാളി നേതാക്കന്മാർ ഇന്ന് കോടീശ്വരന്മാരാണ്. ആരൊക്കെയാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം എന്നിട്ടാണ് ഇതുപോലുള്ള വരുന്ന ഏതെങ്കിലും ഒരുത്തൻ ഈ വ്യവസായം നടത്താൻ വരുന്നവനെ സത്യം പറഞ്ഞാൽ അവൻ്റെ കാലക്കേടിനാണ് ഇവിടെ വരുന്നത്. കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ വരുന്നവന് ശനിദേശമുള്ളവന്മാരെ മാത്രമേ ഇവിടെ വന്ന് ഇത് സ്ഥാപനം തുടങ്ങാൻ പറ്റും. അല്ലാതെ പമ്പര വിഡ്ഢികളായ ആൾക്കാരാണ് ഇവിടെ വരുന്നത്. കാരണം ഇതേപോലുള്ള ഈ കൊള്ള സംഘങ്ങളെയാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. ഈ ഇന്ത്യയിലെ വേറെ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള ഭീഷണിയോ ഇത്തരത്തിലുള്ള അതിക്രമമോ കാണിക്കുന്ന ഒരു തൊഴിലാളി സംഘടനകളും ഇല്ല. ഇവിടെ മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ചുമട്ടുതൊഴിലാളി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് തന്നിരുന്ന് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി വിരട്ടി ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതെന്ത് തൊഴിലാളി സംഘടനയാണ്? എന്തൊരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് ഇത്? സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ വ്യവസായ മന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആണെന്ന് തോന്നുന്നു ഇത് ഈ സംഭവം. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. തുടരെ എല്ലാ ദിവസവും കേരളത്തിൽ ഇതേപോലെ സംഭവങ്ങളുണ്ട്. ഇത് ചാനലുകാരുടെയോ പത്രങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നതുകൊണ്ട് മാത്രം പൊതുജനങ്ങൾ അറിയുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പോലെയല്ല. ഇത് ലോകം മുഴുവൻ ഇതെത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മാറി, കാലം മാറി, എന്നിട്ടും കേരളത്തിലെ തൊഴിലാളികളുടെ തലയിലേക്ക് വെട്ടം വീശുന്നില്ല എന്നുള്ള കൃത്യമായ വിവരമാണ് പുറം ലോകത്തേക്ക്. ആര് വരും? ജീവനിൽ കൊതിയുള്ളവരായാലും പണം മുടക്കിയിട്ട് കടിക്കുന്ന പട്ടിയെ മേടിക്കാനായിട്ട് ആരും വരും? ആരും വരത്തില്ല. ഇപ്പോൾ ആ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അറിയാം, അവർ കാണിച്ചു വെച്ചാൽ ഏറ്റവും വലിയ മണ്ടത്തരമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്, ഇല്ലേ? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ വന്നതാണ്. ഈ തൊഴിലാളികളുടെ ഭീഷണി ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാണ്. അപ്പോൾ ഇനി അവരെ മുടക്കിയ കാശും പോയി, എല്ലാം പോയി. തുറന്നിട്ടാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. തുറക്കുന്നതിന് മുമ്പ് ആ സ്ഥാപനം അതിൻ്റെ തുടങ്ങുന്നതിന് മുമ്പാണ് ഈ ഭീഷണി. ഈ തൊഴിലാളികളുടെ മനോഭാവം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്താലും അവർക്കൊരു രാഷ്ട്രീയ സംരക്ഷണം കിട്ടും എന്നൊരു ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ദാർഢ്യം അവർ കാണിക്കുന്നത്. ഞാൻ ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അവിടെ നടന്ന സമയത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവിടെ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ സർക്കാരിൻ്റെ എല്ലാ വ്യവസായ നീക്കങ്ങൾക്കും പരിപൂർണ്ണ പിന്തുണ നൽകുമെന്ന് പറഞ്ഞു. പരിപൂർണ്ണ പിന്തുണയുടെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിപൂർണ്ണ പിന്തുണ ഇവരാരും പറയാറില്ല. ഉണ്ടോ? ഈ സംഘടിതമായ ഈ കൊള്ള സംഘങ്ങളെ നിലയ്ക്ക് നിർത്താൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും ഒന്നും പറയുന്നില്ല. ഇത് VD സതീശൻ്റെയും നിയോജകമണ്ഡലത്തോട് ചേർന്നുള്ള സ്ഥലത്താണ്. അദ്ദേഹമാണ് ഇതിനകത്ത് പറയേണ്ടത്, ഇത്തരം വ്യവസായ വിരുദ്ധ നിലപാടുകളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾ ഈ യൂണിയനെ ഏറ്റെടുക്കുന്നില്ല, ഇത് കോൺഗ്രസിൻ്റെ യൂണിയൻ അല്ല എന്ന് 2 നേതാക്കന്മാർ ഏത് പാർട്ടിയിലായാലും 2 പേര് പറയേണ്ടതാണ്. ഇത് ന്യായമല്ലാത്ത കാര്യങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിൻ്റെയോ CPMൻ്റെയോ പിന്തുണയില്ല എന്ന് ഈ നേതാക്കന്മാർ പറഞ്ഞാൽ അന്ന് തീരും ഈ ഭീഷണിയല്ല. അത് പറയത്തില്ല. കാരണം ഇവർക്കെല്ലാം മറ്റു പല താല്പര്യങ്ങളുള്ളതുകൊണ്ട് ഈ കൊള്ള സംഘങ്ങളെ ഇവർ തന്നെയാണ് പാലൂട്ടി വളർത്തുന്നത്. അതിൻ്റെ തന്നെ ദുരന്തമാണ് നമ്മുടെ ഈ ഒരു തലമുറകളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ ഇവിടുന്ന് തൊഴിൽ തേടി ലോകത്ത് മുഴുവൻ തെണ്ടി അലഞ്ഞ് നടക്കുന്നതിൻ്റെ കാര്യം ഇത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് +2 കഴിയുമ്പോഴേ പിള്ളേർ ഇവിടുന്ന് ഓടിപ്പോകുന്നതിൻ്റെ കാരണം എന്താ? ഇത് തന്നെയാണ്. ഒരു വശത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും വ്യവസായം വന്നു കഴിഞ്ഞാൽ അവനെ പൂട്ടി ഓടിക്കുക. 10 പേർക്ക് ജോലി കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം നടത്താൻ ഒരുത്തം വന്നാൽ ഒന്നും വേണ്ട, തട്ടുകട ഇട്ടാൽ തന്നെ അവൻ്റെ തിണ്ണെ പോയി കൊടി കുത്തി അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും കൊടി കുത്തി കുടിൽ കെട്ടി ഇതുപോലുള്ള പ്രാകൃത സമര പരിപാടി കൊണ്ട് നടക്കുന്ന ഒരു ജനത എന്ന് പറയുന്നത് കേരളത്തിലെ തൊഴിലാളി നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഈ ലോകത്ത് വേറെ ഒരിടത്തുമില്ല.